ഉപനാസിക പശുവിൻ്റെ ആദ്യത്തെ പട്ടിണിയാണ് കിടക്കി. അവയിൽ വികടട്ടൻ, മകായന, മണിവാഹന, മാവേന, ശാന്തു, ആറാമത്തെ മകനായ ശശിരേഖ. ഉപനാസിക പശുവിന് രണ്ടാമത്തെ പട്ടിണിയാണ് ഗീക. ഉപനാസിക പശുവിൻ്റെയും ഗീകൻ്റെയും കുട്ടികളാണ് വിയാടനും സത്യവതിയും. പിന്നെ വികടട്ടൻ ഗീവജയെയും സാവികൗശികയെയും വിവാഹം ചെയ്തു. പുത്രഭാഗ്യം നടത്തിയപ്പോൾ യാഗം നടത്തി ഒരു മഹർഷി ദിവ്യക്ഷണം കൊടുത്തു. ഗീവജയും സാവികൗശികയും രണ്ടായി ഭാഗം ചെയ്ത് ഭോജനം ചെയ്തു. അതുകൊണ്ട് 2 മാസ പിണ്ടങ്ങൾ ജന്മം എടുത്തു. ഇത് വികടട്ടനായിന് മന്ത്രിമാർക്ക് കൊടുത്ത് കാട്ടിന് ഉപേക്ഷിക്കാൻ പറഞ്ഞു. മന്ത്രിമാർക്ക് പോകാൻ പേടി ഉണ്ടായിരുന്നു. ജയ എന്ന രാക്ഷസി ആ കാട്ടിനായിരുന്നു. വികടട്ടനും കൊണ്ടുവന്നു. വികടത്തെ കാട്ടിന് ഉപേക്ഷിച്ചു ആ 2 മാസ പിണ്ടത്തെ. അങ്ങനെ ജയ എന്ന രാക്ഷസി ആ പിണ്ടത്തെ എടുത്ത് ഗുഹയെ കൊണ്ടുപോയി മായാശക്തികളും ദുഷ്ടശക്തികളും ചേർത്ത് ഒരുമിച്ചു. അതാണ് ജയാസന്ധൻ. പിന്നീട് ജയാസന്ധനെ മകളെ ഞെട്ടുകയും വികടട്ടന് കൊടുക്കുകയും ചെയ്തു. മകനെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ജയാസന്ധൻ മകളെ വഹിച്ചു. ജയാസന്ധൻ പരിശുദ്ധയെയും ശ്വേതാംബയെയും വിവാഹം ചെയ്തു. ജയാസന്ധ പരിശുദ്ധയിൽ അസ്ഥി, ജയസേനൻ സോമ. ജയാസന്ധൻ ശ്വേതാംബയിൽ പ്രാട്ടി സത്യദേവ രൂപ. ഇതുമായാണ് ജയാസന്ധൻ്റെ കഥ. പിന്നെ ജയാസന്ധൻ എന്ത് ചെയ്തു? 32 പേരെ ദിഗ്വിജയം ചെയ്ത് മകളെ വഹിച്ചു കൊണ്ടേയിരുന്നു. നന്ദി, നമസ്കാരം.